ഉച്ചയൂണാണ്. നമുക്ക് നല്ല മുരിങ്ങയിലക്കറി, വേണ്ട ചൂട വറുത്തത്, ചൂടയിൽ നിന്ന് നെത്തോലി എന്നൊക്കെ പറയും. പിന്നെ ഇത് പടവലങ്ങ എൻ്റെ ഗാർഡനിലെയാണ്. പിന്നെ ഇവനാണ് ഇന്നത്തെ താരം, നല്ല മുളകിട്ട ചൂടക്കറി, നല്ല കൊഴുത്ത് ചാറുള്ളതാണ്. ബാച്ചിലേഴ്സിനൊക്കെ വെക്കാൻ പറ്റും. വീഡിയോ നമുക്ക് കാണാം. ഞാൻ ചൂട ക്ലീൻ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് മുളകിട്ട കറിയാണ് വെക്കുന്നത്. ഒരുപാട് പേര് എന്നോട് പറഞ്ഞു ഇതൊന്ന് വെക്കുമ്പോഴൊന്ന് കാണിക്കണേ, വീഡിയോ എടുക്കണേന്ന്. അപ്പം ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ ബാച്ചിലേഴ്സ് സ്പെഷ്യലാണിന്ന്. ബാച്ചിലേഴ്സാണ് പറഞ്ഞത്, അതുകൊണ്ട്. അപ്പം അതിനായിട്ട് ഞാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലൊരു 2 സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. അപ്പം ഞാനത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇത് കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും, അത് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയാണ്. അപ്പോൾ അത് ഞാനിഞ്ഞ് വഴറ്റിയെടുക്കുകയാണ്, അരച്ചെടുക്കാനാണ്, ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി. നല്ല കൊഴുത്ത കറിയാണ്. ഞാൻ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. വഴറ്റണം, എന്നാലേ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഞാനിത് ഉള്ളിയൊക്കെ കുറച്ചേ എടുത്തിട്ടുള്ളൂ, കാരണം എനിക്ക് ചൂട കുറച്ചല്ല ഉള്ളൂ. അതേസമയം കൂടുതൽ അളവ് ഉണ്ടെങ്കിൽ, മീനിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ഉള്ളി എടുത്തോണം. പിന്നെ ഇത് കുറച്ചേ വഴറ്റാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതും ഞാൻ കുറച്ചിങ്ങനെ അരിഞ്ഞ് വഴറ്റാനും വേണ്ടി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അരയ്ക്കാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. കൂടുതലായാലും മധുരിക്കും. ഞാനിതിലേക്ക് ഒരു 3 സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളത് പൊടി ഇട്ട് കൊടുക്കാൻ. ഒരു 3 സ്പൂണോളം ഉണ്ട്. ഞാനൊരു 1.5 സ്പൂൺ വെച്ച്, വലിയ സ്പൂൺ നിറച്ചെടുത്തുകൊണ്ടാണ് 3 സ്പൂണോളം കണക്കിന് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് തന്നെ ഞാനൊരു അല്പം 1/2 സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരല്പം ഞാൻ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു ശക്കല ഉലുവ, കൂടുതലായ കഴിക്കും. ഒരു നുള്ള ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പൊടിയൊന്ന് വഴറ്റി ആ പച്ചമണം മാറണം. ഇതിൻ്റെ കൂടെ ഞാനൊരു ചെറിയൊരു തക്കാളിയും കൂടെ ഞാനിതിനകത്തോട്ട് ഒന്നിട്ട് വഴറ്റുകയാണ്. ഇതൊന്ന് അരച്ചെടുക്കാനാണ്. വേണമെങ്കിൽ നിങ്ങൾ തക്കാളി മാത്രമായിട്ട് മിക്സിയിൽ അരച്ച് ചേർത്താലും മതി, വേണ്ടവരും മതി. ഞാനൊരു ശകലം തക്കാളിയുടെ രുചിയും കൂടെ കിടക്കട്ടെന്ന് വെച്ച് പുളി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഞാൻ ആ ചട്ടി കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. അതിലേക്ക് അല്പം കടുക് ഞാനിട്ട് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പച്ചമുളകും അത് അരിഞ്ഞ് വെച്ചതാണ്. അപ്പോൾ അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ പുളി അങ്ങ് ചേർത്ത് കൊടുക്കാം. പുളി ഞാൻ കഴുകിയിട്ട് നല്ല വെള്ളത്തിലിട്ടതാണ്. പുളിയും വെള്ളവും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം. ഇനി ഞാൻ ഇതിലേക്ക് അരച്ചു വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഉള്ളി, തക്കാളിപ്പഴം, വെളുത്തുള്ളി, അതായത് ചുവന്നുള്ളി, വെളുത്തുള്ളി, തക്കാളിപ്പഴം, ഇഞ്ചി
ഇത്രയും അരച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഈ അരപ്പ് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അങ്ങനെ നമ്മുടെ മീൻകറിയുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുകയാണ്. ചെറുതായിട്ട് കട്ട് ചെയ്ത് തക്കാളിപ്പഴം 2-3 ഇടുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ മുളകിട്ട ചൂടമീൻ കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ കയറി കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കമൻറ്റ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇത്രയെങ്കിലും ഒക്കെ ആയത്. ഓരോ ദിവസവും ഓരോ കറികൾ ഉണ്ടാക്കാനുള്ള പ്രോത്സാഹനം ആ സപ്പോർട്ടിൽ നിന്നാണ്. അതുപോലെ തന്നെ എൻ്റെ ലൈവ് 8:30 വരും. ലൈവ് ഞാൻ വരും. അപ്പം അന്ന് കയറി കാണണേ. എല്ലാവരും ഉണ്ടാവണേ. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.